അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനത്തിനെതിരെ എന്ന 11ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ നെൽസൺ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നെൽസൺ മണ്ടേല എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നെൽസൺ മണ്ടേലയെക്കുറിച്ച് ദക്ഷിണാഫ്രിക്കയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. വർണ്ണവിവേചനത്തിനെതിരെ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന വർണ്ണവിവേചനം അല്ലെങ്കിൽ അപ്പാർത്തീഡ് എന്ന് പറയും, അതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല. പിന്നീട് അദ്ദേഹം ഇതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായി. അപ്പോൾ നമുക്ക് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് മുൻപ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കാൻ പോകുന്നത്. നോക്കിയോളൂ. I feel oppressed by the atmosphere of white domination that looks all around in this courtroom. അതായത് ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. It calls to mind inhuman justice caused to my people by this സെയിം വൈറ്റ് ഡോമിനേഷൻ. ഇതേ വൈറ്റ് ഡോമിനേഷൻ അല്ലേ, ഇതേ വെള്ള മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യത്വ വിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇറ്റ് റിമൈൻഡ്സ് മീ ദാറ്റ് ഐ ആം വോട്ട്ലെസ് ബിക്കോസ് ഓഫ് ദിസ് പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റ് കാരണം ഞാൻ വോട്ടില്ലാത്തവനായി തീർന്നിരിക്കുന്നു. വി ആർ വിത്തൗട്ട് ലാൻഡ് ഇല്ലാത്തവൻ, ഭൂമി ഇല്ലാത്തവനായി തീർന്നിരിക്കുന്നു. ആൻഡ് ഫോഴ്സ്ഡ് ടു ഓക്കുപ്പൈ പോവർട്ടി സ്ട്രൈക്കൺ റിസർവ്സ് ഓവർ പോപ്പുലേറ്റഡ് ആൻഡ് ഓവർ സ്റ്റോക്ഡ്. എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവ്വം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. I raise the question, how can I expect to believe that this same racial discrimination which has been the cause of so much injustice and suffering right through the years should now operate here to give me a fair and open trial. അതായത് അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമായ അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അത് നെൽസൺ മണ്ടേല ഇങ്ങനെ ചോദിക്കുകയാണ്. ആരോടാ ചോദിക്കുന്നത്? ഈ പറയുന്ന വൈറ്റ് ഡോമിനേഷനോടുകൂടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദ പ്രിട്ടോറിയ ട്രയൽ ഓഫ് നെൽസൺ മണ്ടേല 1962, 1962 നെൽസൺ മണ്ടേലയുടെ പ്രിട്ടോറിയ വിചാരണയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വിചാരണ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കിയോളൂ. അടുത്തത്, given above the words of Nelson Mandela, the freedom fighter of South Africa. സൗത്ത് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു നമ്മുടെ നെൽസൺ മണ്ടേല. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ തന്നിട്ടുള്ളത്. ഹു പ്രാക്ടീസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. ഈ സൗത്ത് ആഫ്രിക്കയിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വർണ്ണവിവേചനം അത് നടപ്പിലാക്കിയത് ആരാണ്? ഇൻ വിച്ച് സിറ്റുവേഷൻ വുഡ് നെൽസൺ മണ്ടേല ഹൗ ടു അണ്ടർഗോ സച്ച് എ ട്രയൽ. ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെൽസൺ മണ്ടേല വാസ് ദ പേഴ്സൺ ഹു ഫോട്ട് ഫോർ ദ എമാൻസിപ്പേഷൻ ഓഫ് ദി സൗത്ത് ആഫ്രിക്കൻസ് ഹു വെയർ ഒപ്രസ്ഡ് ബിക്കോസ് ഓഫ് ദിയർ റേസ് ഫോർ സെഞ്ചുറീസ്. അതായത് വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. He had to suffer imprisonment for 3 decades for fighting for the freedom of his country and its people. അതായത് നമ്മുടെ നെൽസൺ മണ്ടേല to suffer imprisonment for 3 decades, 3 ദശാബ്ദം എന്ന് വെച്ചാൽ 30 വർഷക്കാലം നമ്മുടെ നെൽസൺ മണ്ടേല ജയിൽവാസം അനുഭവിച്ചു. എന്തിനാണ് ജയിൽവാസം അനുഭവിച്ചത്? ഫോർ ഫൈറ്റിംഗ് ഫോർ ദ ഫ്രീഡം ഓഫ് ഹിസ് കൺട്രി. തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തതിന്, ആൻഡ് ഇറ്റ്സ് പീപ്പിൾ, തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തതിനാണ് അദ്ദേഹം ആ 3 ദശാബ്ദം, അതായത് 30 വർഷത്തോളം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചത്. We need to know the features of this country to know more about the discrimination and oppression that its people had to undergo. അപ്പം നമ്മൾ ഈ രാജ്യത്തിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. എന്തിനാണ്? അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച ഡിസ്ക്രിമിനേഷൻ, വിവേചനവും പിന്നെ ഒപ്രഷൻ എന്ന് വെച്ചാൽ അടിച്ചമർത്തലുകൾ എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ രാജ്യത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. Examine the world map and find out the continent in which South Africa is situated. അതായത് ഇവിടെ ഒരു വേൾഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏത് കോണ്ടിനെൻറ്റിലാണ്, ഏത് ഭൂഖണ്ഡത്തിലാണ് സൗത്ത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൽ ഏത് കോണ്ടിനെൻറ്റിലാണെന്ന്? എത്ര കോണ്ടിനെൻറ്റ്സ് ഉണ്ട്? ടോട്ടൽ എത്ര കോണ്ടിനെൻറ്റ്സാണ് ഉള്ളത്? 7 കോണ്ടിനെൻറ്റ്സ് ഉണ്ട് അല്ലേ. അതിൽ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റ്സിലാണ് നമ്മൾ സൗത്ത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ കണ്ടോ ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെൻറ്റ് ഈ വേൾഡ് മാപ്പിൽ? ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെൻറ്റിൻ്റെ
ഏറ്റവും താഴെയായിട്ട് ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലൊരു രാജ്യം കണ്ടോ? അതാണ് സൗത്ത് ആഫ്രിക്ക. അതിൻ്റെ ക്യാപിറ്റലാണ് ജോഹന്നസ്ബർഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നറിയപ്പെടുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടല്ലോ. ഇനി സൗത്ത് ആഫ്രിക്ക ലൊക്കേഷൻ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്ക ഈസ് എ കൺട്രി ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ്, ഷെയറിംഗ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ, ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൻ്റെ സദേൺ മോസ്റ്റ് ടിപ്പ്, തെക്കേ അറ്റത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ വേൾഡ് മാപ്പിൽ കണ്ടതാണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഷെയറിംഗ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഈ സൗത്ത് ആഫ്രിക്ക അതിൻ്റെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ? ഇന്ത്യൻ ഓഷ്യനിലും അറ്റ്ലാന്റിക് ഓഷ്യനിലും. അതായത് ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഈ രണ്ട്, ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഏത്? നമ്മുടെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് അതിൻ്റേതായ വൈവിധ്യപരമായിട്ടുള്ള ഭൂമിശാസ്ത്ര സവിശേഷതകളൊക്കെ ഉണ്ട്. ബ്രോഡ് കോസ്റ്റൽ ലാൻഡ്, നല്ല വീതിയേറിയ വിശാലമായ കോസ്റ്റൽ ലാൻഡ്, തീരപ്രദേശമുണ്ട്. പിന്നെ വാസ്റ്റ് പ്ലെയിൻസ്, വിസ്തൃതമായ സമതലമുണ്ട്. ആൻഡ് പ്ലാറ്റ്യൂസ് എന്ന് വെച്ചാൽ പീഠഭൂമികളുണ്ട്. മൗണ്ടെയിൻ റേഞ്ചസ്, എങ്ങനെയുള്ള? ലോഫ്റ്റി മൗണ്ടെയിൻ റേഞ്ചസ്. ലോഫ്റ്റി എന്ന് പറയുമ്പോൾ നല്ല ഉയരമുള്ള, അപ്പോൾ ഉയർന്ന മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്, പർവ്വതനിരകളുണ്ട്. പിന്നെ ഗ്രേറ്റ് റിവേഴ്സ്, വലിയ നദികളുണ്ട്. വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആൻഡ് ഡ്രൈ ഡെസേർട്സ്, എന്താണ് ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്സ് ഉണ്ട്, അല്ലെങ്കിൽ വരണ്ട മരുഭൂമികളുണ്ട്. ഡെസേർട്സ് മേക്ക് ദിസ് കൺട്രി യുണിക്. ഇത് ഈ കൺട്രിയെ എന്താക്കുന്നു? ഒരു യുണിക് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നു, അല്ലേ? മറ്റെങ്ങും ഇല്ലാത്ത സവിശേഷതകളുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നു. ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ് agrarian lands and mines, weather and human resources attracted the Europeans to South Africa. The wealth from inland agrarian lands and mines, അതായത് ഉള്ളിലുള്ള അകത്തോട്ടുള്ള ഉള്ളിലുള്ള അഗേറിയൻ ലാൻഡ്സ്, കൃഷിഭൂമികളിൽ നിന്നും, ആൻഡ് മൈൻസ്, ഖനികളിൽ നിന്നുള്ള വെൽത്ത്, സ്വത്തുക്കൾ, പിന്നെ വെതർ, കാലാവസ്ഥ, ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്തു? അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. യൂറോപ്യൻസിനെ സൗത്ത് ആഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. എക്സാമിൻ ദ ഗ്ലോബ് ആൻഡ് അറ്റ്ലസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. നമ്മൾ ഗ്ലോബ്, അറ്റ്ലസ് എന്നിവ നിരീക്ഷിച്ച് താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ് ഈസ് സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റഡ്? സൗത്ത് ആഫ്രിക്ക ഏത് ലാറ്റിറ്റ്യൂഡിനും ലോങ്ജിറ്റ്യൂഡിലുമാണ് സ്ഥിതി ചെയ്യുന്നത്? പിന്നെന്താണ്? വിച്ച് കൺട്രീസ് ഷെയർ ബോർഡർ വിത്ത് സൗത്ത് ആഫ്രിക്ക? ഏതൊക്കെ രാജ്യങ്ങളാണ് സൗത്ത് ആഫ്രിക്കയായിട്ട് അതിർത്തി പങ്കിടുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മാപ്പ് നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്ലസ് നോക്കിയോ അല്ലെങ്കിൽ ഗ്ലോബ് നോക്കിയോ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. ലൊക്കേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ലൊക്കേഷനാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലാറ്റിറ്റ്യൂഡ്, ലോങ്ജിറ്റ്യൂഡ്, അക്ഷാംശ, രേഖാംശം. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 22 ഡിഗ്രി 7 മിനിറ്റ്സ് ആൻഡ് 14 ഡിഗ്രി 50 മിനിറ്റ്സ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. സൗത്ത് ലാറ്റിറ്റ്യൂഡ് 22 ഡിഗ്രി 7 മിനിറ്റിനും 14 ഡിഗ്രി 50 മിനിറ്റിനും ഇടയിലും, പിന്നെ 16 ഡിഗ്രി 27 മിനിറ്റ് ആൻഡ് 32 ഡിഗ്രി 52 മിനിറ്റ്സ് ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ്. ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് 16 ഡിഗ്രി 27 മിനിറ്റിനും 32 ഡിഗ്രി 52 മിനിറ്റിനിടയിലാണ് സൗത്ത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ദിസ് കൺട്രി ഈസ് ലൊക്കേറ്റഡ് റൈറ്റ് നെക്സ്റ്റ് ടു ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്ന ലൈനുണ്ട്. നമ്മുടെ ഭൂമിയിൽ കുറേ സാങ്കല്പിക രേഖകളുണ്ട്. ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 6th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ലൈനാണ് എന്താണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്, ദക്ഷിണായന രേഖ എന്ന് പറയും. ആ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മലയാളം മീഡിയംകാർക്കുള്ള നോക്കിക്കോളൂ. ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം, അക്ഷാംശ, രേഖാംശങ്ങൾ. ദക്ഷിണ അക്ഷാംശം 22 ഡിഗ്രി 7 മിനിറ്റിനും 14 ഡിഗ്രി 50 മിനിറ്റിനും ഇടയിലും, പൂർവ്വ രേഖാംശം 16 ഡിഗ്രി 27 മിനിറ്റിനും 32 ഡിഗ്രി 52 മിനിറ്റിനിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം ദക്ഷിണായന രേഖയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഇനി നെയ്ബറിംഗ് കൺട്രീസ്, അയൽ രാജ്യങ്ങളാണ് കേട്ടോ. നമീബിയ ടു ദ നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് സൈഡിൽ നമീബിയ ഉണ്ട്.
ബോട്സ്വാന ആൻഡ് സിംബാബ്വെ ടു ദ നോർത്ത് സൈഡിൽ ബോട്സ്വാനയും സിംബാബ്വെ ഉണ്ട്. മൊസാംബിക് ടു ദ നോർത്ത് ഈസ്റ്റ് സൈഡിൽ മൊസാംബിക് ഉണ്ട്. ആൻഡ് ഇഷ്വാറ്റിനി അല്ലെങ്കിൽ സ്വാസിലാൻഡ് എന്ന് പറയും, അത് ഈസ്റ്റ് സൈഡിൽ ഇഷ്വാത്തിനി അല്ലെങ്കിൽ സ്വാസിലാൻഡ്. ഓക്കെ, ഇതാണ് നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. ദ സറൗണ്ടിങ് ഓഷ്യൻസ്, അതിനെ ചുറ്റി ഓഷ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ഓഷ്യൻസ്? സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യനും സൗത്ത് വെസ്റ്റ് അറ്റ്ലാന്റിക് ഓഷ്യനും. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനുമാണ് സൗത്ത് ആഫ്രിക്കയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന 2 ഓഷ്യൻസ്. സൗത്ത് ഈസ്റ്റിൽ ഇന്ത്യൻ ഓഷ്യനും സൗത്ത് വെസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യനും. അയൽ രാജ്യങ്ങൾ: വടക്കു പടിഞ്ഞാറ് നമീബിയ, വടക്ക് ബോട്സ്വാന സിംബാബ്വെ, വടക്ക് കിഴക്ക് മൊസാംബിക്, കിഴക്ക് ഇസ്വാറ്റിനി അല്ലെങ്കിൽ സ്വാസിലാൻഡ്. ഇനി ചുറ്റുമുള്ള സമുദ്രങ്ങൾ: തെക്ക് കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് ശുഭപ്രതീക്ഷ മുനമ്പ്. The Cape of Good Hope is situated at the southernmost tip of the African continent on the shores of the Atlantic. അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ വൻകരയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു മുനമ്പാണ് എന്ന് പറയുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓൺ ദ ഷോർസ് ഓഫ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ തീരപ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏത്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അറിയാലോ? അത് എവിടെയാണ്? നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ സദേൺ മോസ്റ്റ് ടിപ്പാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടു റീച്ച് ദ കൺട്രീസ് ഇൻ ദ ഏഷ്യൻ കോണ്ടിനെന്റ് ലൈക്ക് ഇന്ത്യ, അതായത് ഇന്ത്യ പോലുള്ള ഏഷ്യൻ കോണ്ടിനെന്റിലെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ദ യൂറോപ്യൻസ് ഹാഡ് ടു സെയിൽ ത്രൂ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ എൻസർക്ലിംഗ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. അതായത് ആഫ്രിക്കൻ വൻകരയെ ചുറ്റി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യ രാജ്യങ്ങളിൽ യൂറോപ്യൻസിന് വന്നു ചേരാൻ കഴിയുള്ളൂ. As this cape gave the navigators the hope to reach Asia. ഈ പറയുന്ന കേപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു മുനമ്പ് നാവിഗേറ്റേഴ്സിന് എന്ത് നൽകുന്നു? ഒരു പ്രതീക്ഷ നൽകുന്നു, ഹോപ്പ് നൽകുന്നു, ഏഷ്യയിൽ എത്തിച്ചേരാനുള്ള ഒരു പ്രതീക്ഷ നൽകുന്നു. ആ ഒരു അർത്ഥത്തിലാണ് ഇറ്റ് വാസ് നെയിംഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആ ഒരു അർത്ഥത്തിലാണ് ഇതിന് എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന ഒരു പേര് നൽകിയത്. മനസ്സിലായോ? അടുത്തത് ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ, ക്യാപിറ്റൽ, മേജർ സിറ്റീസ് ആൻഡ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക യൂസിങ് ഡിജിറ്റൽ മാപ്പ്. നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഡിജിറ്റൽ മാപ്പ് യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ, സൗത്ത് ആഫ്രിക്കയുടെ ലൊക്കേഷൻ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞല്ലോ. അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ലോങ്ജിറ്റ്യൂഡ് പറഞ്ഞു, ഏത് ലൈനിൽ, അതായത് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് അല്ലെങ്കിൽ ദക്ഷിണായന രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അത് മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ ആ ഒരു പാരഗ്രാഫ് എഴുതാം. അടുത്ത അതിൻ്റെ ക്യാപിറ്റൽ. സൗത്ത് ആഫ്രിക്കയിൽ പ്രധാനമായിട്ടും 3 ക്യാപിറ്റൽ സിറ്റീസാണുള്ളത്, അത് നമുക്ക് പറയാം. പിന്നെ എന്താണ്? പിന്നെ മേജർ സിറ്റീസ് പറയണം. പിന്നെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് സൗത്ത് ആഫ്രിക്കയിലെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇത് 3 നമുക്കൊരു സ്ലൈഡായിട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ദക്ഷിണാഫ്രിക്കയുടെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽസ് നോക്കാം. സൗത്ത് ആഫ്രിക്ക ഹാസ് 3 ക്യാപിറ്റൽസ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് 3 ക്യാപിറ്റൽസ് ആണുള്ളത്: പ്രിട്ടോറിയ, കേപ്പ് ടൗൺ ആൻഡ് ബ്ലംഫോണ്ടെയിൻ. പ്രിട്ടോറിയയും കേപ്പ് ടൗണും ബ്ലംഫോണ്ടെയിൻ എന്നിങ്ങനെ 3 ക്യാപിറ്റൽസ് ആണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉള്ളത്. ഇത് നമ്മൾ റെഡിങ്ങിലാണ് എഴുതിയേക്കുന്നത്, നിങ്ങൾ അതുമാത്രം എഴുതിയാൽ മതി. പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്, ഈ സൗത്ത് ആഫ്രിക്കയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഭരണ തലസ്ഥാനം പ്രിട്ടോറിയയാണ്. ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ തലസ്ഥാനം കേപ്പ് ടൗൺ ആണ്. പിന്നെ ജുഡീഷ്യൽ ക്യാപിറ്റൽ ബ്ലംഫോണ്ടെയിൻ ആണ്, അതായത് ജുഡീഷ്യൽ തലസ്ഥാനം ഏതാണ്? ബ്ലംഫോണ്ടെയിൻ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ സിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ ആ റെഡിങ്ങിൽ എഴുതിയേക്കുന്നില്ലേ, അത് 3 എഴുതിയാൽ മതി. വേണമെന്നുള്ളവർക്ക് മാത്രം താഴെയുള്ളത് നോക്കിയാൽ മതി കേട്ടോ. ഇനി മേജർ സിറ്റീസ് ഇൻ സൗത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? ജോഹന്നസ്ബർഗ്, കേപ്പ് ടൗൺ, ബ്ലംഫോണ്ടെയിൻ, ഡർബൻ, പ്രിട്ടോറിയ, പോർട്ട് എലിസബത്ത്. അടുത്തത് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ചരിത്ര പ്രാധാന്യ കേന്ദ്രങ്ങൾ. ഒന്നാമത്തത് റോബൻ ഐലൻഡ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് കേപ്പ് ടൗണിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെൽസൺ മണ്ടേല സ്പെൻഡ് 18 ഓഫ് ഹിസ് 27 ഇയേഴ്സ് ഇൻ പ്രിസൺ ഹിയർ. 27 വർഷത്തെ ജയിൽ ജീവിതത്തിൽ 18 വർഷം അധികം ചെലവഴിച്ചത് എവിടെയാണ്? ഈ റോബൻ ഐലൻഡിലാണ് കേട്ടോ. അടുത്തത് മണ്ടേല ഹൗസ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സോവെറ്റോ ടൗൺഷിപ്പ്.
സൊവറ്റോ ടൗൺഷിപ്പിലാണ് ഈ മണ്ടേല ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. മണ്ടേല ലീവ്ഡ് ഹിയർ അൻറ്റിൽ ഹിസ് ഇംപ്രിസൺമെൻറ്റ് ഇൻ 1962. 1962 ജയിൽവാസം വരെ മണ്ടേല താമസിച്ചിരുന്നത് ഈ ഒരു വീട്ടിലാണ്. അതാണ് മണ്ടേല ഹൗസ്. അടുത്ത മൂന്നാമത്തത് അപ്പാർത്തീഡ് മ്യൂസിയം, ലൊക്കേറ്റഡ് ഇൻ ജോഹന്നസ്ബർഗ്. ജോഹന്നസ്ബർഗിലാണ് ഈ അപ്പാർത്തീഡ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക അപ് ടു ദ 20th century is displayed here. അതായത് സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രം, 20ാം നൂറ്റാണ്ട് വരെയുള്ള സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രമാണ് ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാളം മീഡിയംകാർക്കുള്ളതാണ്. റോബൻ ദ്വീപ് കേപ്പ് ടൗണിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെൽസൺ മണ്ടേല തൻ്റെ 27 വർഷത്തെ ജയിൽവാസത്തിൽ 18 വർഷം ചിലവഴിച്ചത് ഇവിടെയാണ്. മണ്ടേല ഹൗസ് സൊവറ്റോ ടൗൺഷിപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1962 ജയിൽവാസം വരെ മണ്ടേല ഇവിടെ താമസിച്ചിരുന്നു. അടുത്ത അപ്പാർത്തൈഡ് മ്യൂസിയം ജോഹന്നസ്ബർഗിൽ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണാഫ്രിക്കയുടെ 20ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ബാക്കി നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്